ത്രിദീപം തെളിയിക്കാനായി ആദരണീയ പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് IAS അവരെ ഏറെ ആദരവപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വിജയകുമാർ സാർ, ആരാധ്യനായ ഡോക്ടർ CV പശ്ചിമ ബംഗാൾ ഗവർണറായിട്ടുള്ള ഡോക്ടർ CV ആനന്ദ് ബോസ് സാർ, ബഹുമാനപ്പെട്ട ഗോപാലൻകുട്ടി മാസ്റ്റർ, ഡോക്ടർ പ്രദീപ് കുമാർ, ഡോക്ടർ G മോഹൻ, ഇന്നിവിടെ പങ്കെടുത്തിട്ടുള്ള എല്ലാ സജ്ജനങ്ങളെ, അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ, സ്നേഹ നമസ്കാരം. ഇന്ന് നമ്മെ സംബന്ധിച്ച് ഒരു സ്വപ്ന സാക്ഷാത്കാര മുഹൂർത്തമാണ്. ഇന്ന് CBSE അഫിലിയേഷൻ കിട്ടിയ മുഹൂർത്തമാണ്. കുട്ടികളിൽ അച്ചടക്കം, അനുശാസനം, ദേശീയബോധം, സ്വഭാവശുദ്ധി, അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള വികാസം ഇവ മുന്നിൽ കണ്ടുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള കുട്ടികളെ ആ രീതിയിൽ വളർത്തിയെടുത്തക്ക തരത്തിലുള്ള പഞ്ചാംഗ ശിക്ഷണത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള പാഠ്യേതര പദ്ധതി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ ഭാരതീയ വിദ്യാനികേതൻ്റെ ആ കർമ്മ പദ്ധതി അതിനനുസൃതമായി പ്രവർത്തിച്ചു വരുന്നൊരു വിദ്യാലയമാണിത്. കഴിഞ്ഞ കുറേ കാലമായിട്ട്, കഴിഞ്ഞ 12 വർഷമായിട്ട് നമ്മളുടെയൊക്കെ നിരന്തരമായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായി ഈ സമയത്ത് അത് അഫിലിയേഷൻ നേടിയെടുത്തു. ഈ അഫിലിയേഷൻ നേടിയെടുത്ത അതിൻ്റെ ആ ഒരു പ്രഖ്യാപന മുഹൂർത്തമാണ് ഇന്നിവിടെ നടക്കുന്നത്. ആ ഒരു വേളയിൽ ഈ ഒരു അഭിമാനകരമായിട്ടുള്ള ഈ ഒരു അവസരം, ഈ അഫിലിയേഷൻ സമർപ്പണം മാനനീയ സ്വർഗീയ നാരായണൻ സാറിൻ്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു അഫിലിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മളോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ശ്രീ വിജയകുമാർ. അദ്ദേഹം ഈ വിദ്യാലയ സമിതിയുടെ അധ്യക്ഷനാണ്. ഡെപ്യൂട്ടി കളക്ടറായിട്ട് വിരമിച്ച ശേഷം പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായ രംഗത്തുണ്ട്. അതിനോടൊപ്പം വിദ്യാലയത്തിൻ്റെ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ യോഗത്തിൻ്റെ മുഖ്യ അതിഥിയായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് IAS അവർകൾ. അദ്ദേഹത്തെ കൊല്ലക്കാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. 1985 മുതൽ 2-2.5 വർഷക്കാലം കൊല്ലം ജില്ലാ കളക്ടറായിട്ട് പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് വളരെയധികം ജനക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും അതിൽ വിജയം വരിക്കുകയും ചെയ്തു. ഒരു ജനകീയനായിട്ടുള്ള കളക്ടർ എന്ന നിലയിലും തുടർന്നങ്ങോട്ട് അദ്ദേഹം പല ഔദ്യോഗിക പദവികളും വഹിച്ചു. ഇപ്പോൾ അദ്ദേഹം പശ്ചിമ ബംഗാളിൻ്റെ ബഹുമാനീയനായിട്ടുള്ള ആദരണീയനായിട്ടുള്ള ഗവർണറായി പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗോപാലൻകുട്ടി മാസ്റ്റർ, അദ്ദേഹം ഭാരതീയ വിദ്യാനികേതൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. കോഴിക്കോട്ട് സ്വദേശിയാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സംസ്ഥാന കാര്യവാഹയായി ദീർഘകാലം പ്രവർത്തിച്ചു. സംഘനിയോഗം അനുസരിച്ച് ഇപ്പോൾ ഭാരതീയ വിദ്യാനികേതൻ്റെ സംസ്ഥാന പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു വരുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
ഡോക്ടർ BS പ്രദീപ് കുമാർ. അദ്ദേഹം കൊല്ലം സംഘത്തിൻ്റെ കൊല്ലം വിഭാഗത്തിൻ്റെ മാനനീയ സംഘചാലകാണ്. പട്ടാഴി സ്വദേശിയാണ്. പട്ടാഴി അമൃത മെഡിക്കൽ സെൻ്ററിൻ്റെ ഉടമയും അവിടുത്തെ ഡോക്ടറൊക്കെയാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഡോക്ടർ G. മോഹൻ. അദ്ദേഹം പുതിയകാവ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റാണ്. ഇന്നത്തെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി രൂപീകരിച്ച സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനാണ്. കൊല്ലം ബെൻസീർ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടും ഒക്കെയാണ്. രാഷ്ട്രീയ സ്വയംസേവാ സംഘത്തിൻ്റെ കൊല്ലം മഹാനഗരത്തിൻ്റെ സഹസംഘചാലക കൂടിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അനേകം പ്രമുഖ വ്യക്തികളെ ഈ യോഗത്തിലെ പേരെടുത്ത് പറയേണ്ടതായിട്ടുള്ള തന്നെ അനേകം പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ, ഈ വിദ്യാലയത്തിൻ്റെ പഴയകാല പ്രവർത്തകർ, അതിൻ്റെ ഭാരവാഹികൾ, മറ്റ് വിവിധ ക്ഷേത്ര സംഘടനകളുടെയും അല്ലാതെയായിട്ടുള്ള വിവിധ സംഘടനകളുടെ അനേകം പ്രവർത്തകരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പേരെടുത്ത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അവർക്ക് എല്ലാവർക്കും തന്നെ, അതുകൂടാതെ നമ്മുടെ ക്ഷണമനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ലവരായ നാട്ടുകാർക്കും, അധ്യാപകർക്കും അനധ്യാപകർക്കും എൻ്റെ കൊച്ചു കുട്ടികൾക്കും ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ ഭാഷണമാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വിദ്യാലയ സമിതി പ്രസിഡന്റ് ശ്രീ R. വിജയകുമാർ അവരെ അധ്യക്ഷ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ഇത്രയും ബഹുമാന്യനായ പശ്ചിമ ബംഗാളിൻ്റെ ഗവർണറും കൊല്ലത്തുകാരുടെ പ്രിയപ്പെട്ട കളക്ടറുമായ അനന്ത് ബോസ് സാർ, ഭാരതീയ വിദ്യാനികേതൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ഗോപാലൻകുട്ടി മാസ്റ്റർ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കൊല്ലം വിഭാഗ സംഘചാലക് ഡോക്ടർ പ്രദീപ് അവറുകൾ, പുതിയാവ് ദേവസ്വം ട്രസ്റ്റിൻ്റെ അധ്യക്ഷനും നമ്മുടെ സ്വാഗത സംഘത്തിൻ്റെ ചെയർമാനുമായിട്ടുള്ള ഡോക്ടർ മോഹൻജി, സദസ്സിൽ ഉള്ള സംഘത്തിൻ്റെയും വിവിധ ക്ഷേത്രങ്ങളുടെയും മുതിർന്ന കാര്യകർത്താക്കൾ, കൊല്ലത്തിൻ്റെ ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, നമ്മുടെ സ്കൂളിൻ്റെ അധ്യാപകർ, അനധ്യാപകർ, എല്ലാവർക്കും സ്നേഹ നമസ്കാരം. നമ്മൾ 2019 കോവിഡിൻ്റെ കാലത്ത് നമ്മൾ മൊബൈലിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ അത്തരത്തിലുള്ള മാധ്യമങ്ങളുടെ ഉപയോഗം വളരെയധികം വർദ്ധിപ്പിച്ചിരുന്നു. അതിന് നമ്മൾ പ്രചാരവും കൊടുത്തു. പക്ഷേ ഇന്ന് അത് എത്രത്തോളം നമ്മളെ ദോഷകരമായി ബാധിക്കുന്നുള്ള രക്ഷാകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ പരിധി വിട്ടുള്ള ഉപയോഗത്തെ നിയന്ത്രിക്കേണ്ടതുണ്ട്. ആശംസകൾ അർപ്പിക്കാനായി ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രസിഡന്റ് മാന്യ ഗോപാലൻകുട്ടി മാസ്റ്ററെ ഏറെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. നമ്മുടെ ഈ വിദ്യാലയത്തെ സംബന്ധിച്ച ഒരു സുദിനമാണ് എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞു. നേരത്തെ CBSEയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന ഈ വിദ്യാലയത്തിന് 10ാം ക്ലാസ് വരെയും CBSE സിലബസിൽ മുന്നോട്ട് പോകുവാനുള്ള അവസരമൊരുക്കുവാൻ വേണ്ടിയുള്ള കഠിനമായ യത്നത്തിലായിരുന്നു ഇതിൻ്റെ വിദ്യാലയ സമിതിയും അതേപോലെ വിദ്യാലയ ബന്ധുക്കളും. അതിൻ്റെ ഒരു വിജയകരമായ സന്തോഷകരമായ പരിസമാപ്തിയിൽ നമ്മളിവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഈ വിദ്യാലയത്തിന് ഉത്തരോത്തരം മുന്നോട്ട് പോകുവാനുള്ള അവസരമുണ്ടാവട്ടെ. അടുത്തതായി ആശംസകൾ നേരുന്നതിനായി രാഷ്ട്രീയ സ്വയംസേവക സംഘം കൊല്ലം വിഭാഗ് സംഘചാലക് മാന്യ ഡോക്ടർ BS പ്രദീപ് അവരെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസ നിലവാരം നോക്കിയാൽ ഒരുപക്ഷെ ലോകോത്തരമായ നിലവാരമുള്ള ഒരു കൊച്ചു സംസ്ഥാനം, നമ്മുടെ രാജ്യത്തിന് പോലും അഭിമാനമാകുന്ന തരത്തിൽ പ്രവർത്തനക്ഷമതയുള്ള വലിയ പ്രതിഭകളെ നമ്മുടെ രാഷ്ട്രത്തിന് സമ്മാനിച്ച ഈ കൊച്ചു കേരളം. എൻ്റെ അഭിലേഷൻ്റെ സമയത്ത് പെട്ടെന്ന് പറഞ്ഞു, ഒരാഴ്ചയ്ക്ക് 40 കമ്പ്യൂട്ടർ വേണം, ലൈബ്രറി വേണം, ഞാൻ പല പല കാര്യങ്ങളും പറഞ്ഞു. ആ സമയത്ത് ഞാൻ ഓർക്കുന്നത് രാജൻബാബു സാറാണ് ഈ ഡൊണേറ്റഡ് നിയർലി 2000 ബുക്സ് ടു ദിസ് ലൈബ്രറി. ഇത്രയും കൂടുതൽ തുടക്കത്തിൽ ഇത്രയും ലൈബ്രറി പുസ്തകമുള്ള ഒരു ലൈബ്രറി അടുത്തൊരിടത്തും ഇല്ല. അങ്ങനെ ഔദ്യോഗികമായ ഭരണപാഠത്തിലൂടെ
ജനകീയമായ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി ജനഹൃദയങ്ങളിൽ ഇടം നേടിയ ഭരണതന്ത്രജ്ഞൻ. ചെലവ് കുറഞ്ഞ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന നിർമ്മിതി കേന്ദ്രം പദ്ധതി, സൗജന്യ നിരക്കിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും മരുന്ന് ലഭ്യമാക്കുന്ന ധന്വന്തരി കേന്ദ്രങ്ങൾ, കേരളത്തെ ലോക ടൂറിസം ഭൂപടത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റിയ ടൂറിസം മേഖലയിലെ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകൾ ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ഇത്തരത്തിലുള്ള ധാരാളം ജനകീയ പദ്ധതികൾ നടപ്പിലാക്കിയ ജനനന്മ കാക്ഷിക്കുന്ന ജനകീയ ഭരണാധികാരി, ഒരു എഴുത്തുകാരൻ, നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, കവി, മികച്ച പ്രഭാഷകനും അതിലുപരി കൊല്ലത്തിന്റെ ജനത നെഞ്ചിലേറ്റിയ കൊല്ലത്തിന്റെ സ്വന്തം ജില്ലാ കളക്ടർ, ആദരണീയനായ പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് IAS അവர்களെ ഈ ചടങ്ങിന്റെ ഉദ്ഘാടന സന്ദേശം നൽകുവാനായി ഏറെ ആദരവപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അഭിവന്ദനായ ത്യാഗത്തിൻ്റെയും നിസ്വാർത്ഥ സേവനത്തിൻ്റെയും പ്രതീകമായ ഗോപാലൻകുട്ടി മാസ്റ്റർ, ശ്രീ ശിവപ്രസാദ്, ശ്രീ വിജയകുമാർ, ഡോക്ടർ BS പ്രദീപ്, ഡോക്ടർ G മോഹൻ, ശ്രീമതി രേഖ S, പ്രിയപ്പെട്ട അധ്യാപകരെ, മാതാപിതാക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈ സരസ്വതി ക്ഷേത്രത്തിലേക്ക് ആദ്യമായി ഞാൻ വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അഭിമാനം തോന്നിയത് കുഞ്ഞുങ്ങൾ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുന്നതാണ്. ഭാരതീയത എന്ന അന്യമായിട്ടില്ല. വരും തലമുറകളിൽ വളർന്നു വരുന്നു എന്ന് കാണുന്ന അതിയായ സന്തോഷമുണ്ട്. അതുപോലെ മറ്റൊരു സന്തോഷകരമായ രഹസ്യം ഞാൻ പറയുകയാണ്. ഗവർണർ എന്ന നിലയിൽ ധാരാളം യോഗങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇതുപോലെ ഹൃദ്യമായ, ഇതുപോലെ അച്ചടക്കമുള്ള ഒരു യോഗം മറ്റൊന്നുണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. ഈ സ്കൂളിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വിചാരധാര, ഭാരതീയമായ വിചാരധാര, ഞാൻ ഈ കുഞ്ഞുങ്ങൾ സംസ്കൃത ശ്ലോകം ചൊല്ലുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന എൻ്റെ കുട്ടിക്കാലമാണ്. അന്ന് റേഡിയോ മാത്രമേ ഉള്ളൂ, ടെലിവിഷനില്ല, മൊബൈലില്ല. ആകെ വിനോദോപാധി എന്ന് പറയുന്നത് അവിടെ ഒരു വിവാര പാഠശാല ഉണ്ടായിരുന്നു, കരയോഗത്തിൻ്റെ വക. അവിടെ ചെല്ലുമ്പോൾ അന്ന് എനിക്ക് 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊക്കെ അവിടെ വലിയ പ്രവേശനമൊന്നുമില്ല, മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അവിടെ ഒരു ഭാഗവത സാറുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അറിയാൻ വയ്യാത്ത ഒരു കാര്യവും ലോകത്തിലുണ്ടായിരുന്നില്ല എന്ന്. അദ്ദേഹം സംസ്കൃത ശ്ലോകങ്ങൾ പഠിപ്പിക്കും. അതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാകാതെ ഞാനത് മനഃപ്പാഠം പഠിച്ചു. ഇന്ന് ഞാൻ ഗവർണർ എന്ന നിലയിൽ പലയിടത്തും പ്രസംഗിക്കുമ്പോൾ സംസ്കൃതവും ഭഗവത്ഗീതയൊക്കെ പറയുമ്പോൾ പലരും പറയുന്നത് ഞാനൊരു പണ്ഡിതനാണ്. ഞാനൊരു പണ്ഡിതനേ അല്ല. ഈ കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. ഞാനൊരു ശ്ലോകം അർത്ഥം മനസ്സിലാക്കാതെ ഉരുവിട്ടുണ്ട് എൻ്റെ കുട്ടിക്കാലത്ത്. അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ, അസ്ത്യുത്തരസ്യാം ദിശി ദേവതാത്മാ, ഹിമാലയോ നാമ നഗാതിരാജ, പൂർവാപരോ തോയനിധിയോഗാഹ്യ സ്ഥിതപ്രവീയാമ്യ മാനദണ്ഡ. എൻ്റെ അർത്ഥം എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. പിന്നെ കൃഷ്ണപിള്ള സാറ് തന്നെ മലയാളം പറഞ്ഞു. ദേവാനുഭാവതരൻ ഉത്തരദിക്കിലുണ്ട് മേവുന്ന മാമല ഹിമാലയ നാമധേയൻ, ദേവാനുഭാവതരൻ ഉത്തരദിക്കിലുണ്ട് മേവുന്നു മാമല ഹിമാലയ നാമധേയൻ, ആഴിക്ക് രണ്ടിനും ഇടയ്ക്ക് കിടക്കിയാൽ ഈ ഊഴിക്കരയ്ക്ക് അളവ് ചെന്നലേന്ന് വരും. നോക്ക്, ഇത് കാളിദാസൻ്റെതാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പിന്നീടാണ്. പക്ഷെ മനസ്സിലാക്കി വന്നപ്പോഴും പല കാര്യങ്ങളും അറിയാതെ പഠിച്ചിരുന്നു. അന്ന് പഠിച്ച ചില കാര്യങ്ങളാണ്. എന്താണെന്ന് അറിയാമോ? ഭാഗവതത്തിൽ നിന്ന് ഓം ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ യുത്സവ മാമക പാണ്ഡവശ്ചൈവ കിമകുർവത സഞ്ജയ. അത് ധൃതരാഷ്ട്ര മഹാരാജാവ് സഞ്ജയനോട് ചോദിക്കുന്ന നിസ്സാരമായ ഒരു ചോദ്യമാണ്. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ എന്റെ മക്കളും പാണ്ഡുവിന്റെ മക്കളും എന്താണ് ചെയ്യുക? നിസ്സാരമായ ചോദ്യമാണ്. പക്ഷെ അതിന്റെ ഉത്തരം ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മഹത്തായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ സാരാംശം എന്താണ്? ഇതൊക്കെ ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കുന്ന അന്ന് ഞാൻ അറിയാതെ കാണാതെ പാഠം പഠിച്ചതാണ്. ജാതസ്യ ധ്രുവോർ മൃത്യും ധ്രുവം ജന്മ മൃതസ്യ. ഒരു കൊച്ചുകുട്ടിക്ക് എന്തറിയാം? ജാതസ്യ ധ്രുവോർ മൃത്യും ധ്രുവം ജന്മ മൃതസ്യ തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും. നമുക്ക് നിയന്ത്രണമില്ലാത്തതിന്റെ പേരിൽ എന്തിനാണ് യാദസ്യ ധ്രുവോർ മൃത്യും ധ്രുവം ജന്മ മൃതസ്യ തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. നോക്കണം, ചെറിയൊരു നിസ്സാര ചോദ്യമാണ്. എന്റെ മക്കളും പാണ്ഡുവിന്റെ പുത്രന്മാരും എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ അർജുനൻ സന്ദേഹിയായ അർജുനന് കൊടുക്കുന്ന ഉപദേശത്തിൽപ്പെട്ടത്
ഈ ലോകത്തിന്റെ സകല രഹസ്യങ്ങളും പ്രപഞ്ച രഹസ്യങ്ങൾ മുഴുവൻ അടങ്ങിയ ശ്ലോകങ്ങളാണ്. അതുപോലെ ഇന്ന് ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് കുംഭമേളയ്ക്ക് പോയി. കുംഭമേളയ്ക്ക് പോയപ്പോഴാണ് മനസ്സിലായത് ഒരു രാജ്യം മുഴുവൻ 56 കോടി ജനങ്ങളാണ് അവിടെ എത്തിയത്. ഗംഗ എന്ന് പറയുന്ന വെറും നദിയല്ല, ഗംഗ ഒരു വികാരമാണ്, ഗംഗ ഒരു പൈതൃകമാണ്. ഗംഗയിൽ മുങ്ങിക്കുളിച്ചാൽ പാപങ്ങൾ പോകാൻ മാത്രമല്ല വരുന്നത്, ചില അർത്ഥങ്ങൾ. ഞാൻ ഒറ്റയ്ക്കാണോ ആമയലോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് എല്ലാ ഭാരതീയനും അറിയാം. ഭാരതീയത എന്തെന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും എന്റെ ഉത്തരം അറിയാം. അതിന്റെ ഉത്തരമാണ് അഹം ബ്രഹ്മാസ്മി. ഞാൻ ഒറ്റയ്ക്കല്ല, ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഞാൻ എന്നീയും ഒന്നാണ്. ജീവാത്മാവും പരമാത്മാവും ഒന്ന്. അഹം ബ്രഹ്മാസ്മി തത്വമസി. ഇതൊക്കെ വലിയ വലിയ സിദ്ധാന്തങ്ങളാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ സാധാരണ ജനങ്ങൾ, 56 കോടി സാധാരണ ജനങ്ങൾ ഗംഗയിൽ എത്തിയത് ഇതിന്റെയൊക്കെ അർത്ഥം തേടിയാണ്. അപ്പോൾ അതിമഹത്തായ ഒരു സംസ്കാരം നമുക്കുണ്ട്. ആ സംസ്കാരത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ അകറ്റിക്കൊണ്ട് പോകാനുള്ള പ്രവണതകൾ തെറ്റാണ്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പലരും പറഞ്ഞത്. സ്കൂളുകളിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ കൂടുന്നു, മൊബൈൽ ഫോണിന്റെ ദുരുപയോഗം കൂടുന്നു, കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു. ഇതൊന്നും ഒരിക്കലും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന് ചേർന്നതല്ല. ഭാരതീയ സംസ്കാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമാണ്. അതിനാണ് ഗോവിന്ദൻ മാസ്റ്ററൊക്കെ ചെയ്യുന്നത്. അങ്ങേക്ക് 3 cheers. അങ്ങയുടെ ശ്രമം വിജയിക്കുകയാണ്. എനിക്ക് വലിയ അഭിമാനം തോന്നി. ഇവിടെ കുഞ്ഞുങ്ങൾ മാതൃവന്ദനം, ഗുരുവന്ദനം ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ഗുരുക്കന്മാരിൽ, നമ്മുടെ മാതാവിൽ നിന്ന് ഞാൻ ഈ പ്രായത്തിൽ പറയുകയാണ്, എനിക്ക് IAS ഒക്കെ കിട്ടി, ഗവർണറൊക്കെ ശരി. പക്ഷേ എന്റെ അമ്മയിൽ നിന്ന് പഠിച്ചതിനപ്പുറം ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. നമ്മൾ ആരും നമ്മുടെ അമ്മയിൽ നിന്ന് പഠിക്കുന്ന അപ്പുറം ഒന്നും പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ഒരു സിനിമാ ഗാനത്തിൽ പറഞ്ഞില്ലേ, അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ട്. ശരിയാണത്, വളരെ ശരിയാണ്. അങ്ങനെയുള്ള അമ്മമാരെ വൃദ്ധസദനത്തേക്ക് കൊണ്ട് തള്ളുന്ന ഒരു സംസ്കാരം എവിടെ നിന്നോ കയറി കൂടിയിരിക്കുകയാണ്. ഇതൊന്നും ഭാരതീയ സംസ്കാരത്തിന് ചേർന്നതല്ല. നമുക്കറിയാം, കുഞ്ഞുങ്ങളെ ആദരിക്കുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ഭാരതം എന്ന വാക്ക് തന്നെ ഭരതകുമാരനിൽ നിന്നുണ്ടാവുന്നതാണ്. ആരാണ് ഭരതകുമാരൻ? രാമായണത്തിലെ ഭരതനല്ല, ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും മകനായ ഭരതകുമാരൻ. അവന്റെ അച്ഛൻ കാണുന്നത് ഒരു സിംഹത്തിന്റെ വായ് വളർന്ന് പല്ലെണ്ണ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ധീരകുമാരനായിട്ടാണ്. അതുപോലെ മുതിർന്നവരെല്ലാം അർജുനനും ഭീമസേനനും ഒക്കെ, നകുലനും സഹദേവനും ഒക്കെ അറച്ചും മടിച്ചും നിന്നപ്പോൾ പത്മവ്യൂഹത്തിലേക്ക്, ചക്രവ്യൂഹത്തിലേക്ക് ഞാനൊരു ബാലൻ അശക്തനെന്നാവിലും മാനിയാമനോട് താതനെ ഓർക്കുമെന്ന് പറഞ്ഞിട്ട് അഭിമന്യുവിനെ കണ്ടുകൊണ്ടാണ് നാം വളരുന്നത്. അതുകൊണ്ട് എല്ലാ മതത്തിലും പറയുന്നു. നമുക്കറിയാം, വൈലോപ്പിള്ളി പറയുന്നു, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ. നിങ്ങൾ ശരിയല്ലേ? ദീർഘദർശനം ചെയ്യും ദൈവജ്ഞനാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ, നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് കവി പറയുന്നത്, ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് മാൻ. ശരിയല്ലേ? വളരെ ശരിയല്ലേ? അതുകൊണ്ട് തന്നെയാണ് ബൈബിളിൽ യേശുദേവൻ പറയുന്നു, കുഞ്ഞുങ്ങളെ എന്റെ അടുത്തേക്ക് വിടുക. അപ്പോൾ കുഞ്ഞുങ്ങളെ തടയാതിരിക്കുക. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കഥ ഒരുപക്ഷെ വായിച്ചു കാണും. വായിച്ചിട്ടുണ്ടോ? ദ സെൽഫിഷ് ജയന്റ് ഉണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ സെൽഫിഷ് ജയന്റ്? ഇല്ലെങ്കിൽ പറയാം. ഒരിടത്തൊരിടത്ത് എല്ലാ കഥകളും അങ്ങനെ തുടങ്ങുന്നുണ്ടോ? ഒരിടത്തൊരിടത്ത് പണ്ട് ഒരു രാക്ഷസനുണ്ടായിരുന്നു. ഈ രാക്ഷസന് ഒരു വലിയ പൂന്തോട്ടമുണ്ട്. ഏത് സീസണിലും ഏത് ഋതുവിലും അവിടെ പൂക്കൾ കാണും. ഇത് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട് രാക്ഷസന്. ഒരിക്കൽ അയത്തെ കുഞ്ഞുങ്ങൾ രാക്ഷസന്റെ തോട്ടത്തിൽ കയറി. രാക്ഷസൻ ഇഷ്ടപ്പെട്ടില്ല. രാക്ഷസൻ അട്ടഹസിച്ചുകൊണ്ട് താഴേക്ക് അലറി വിളിച്ചുകൊണ്ട് വന്നു. കുഞ്ഞുങ്ങളോട് രക്ഷപ്പെട്ടു. രാക്ഷസൻ ഒരു വലിയ കന്മതിൽ തന്റെ തോട്ടത്തിന് ചുറ്റും കെട്ടി. ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്, അതിക്രമിച്ച് കിടക്കുന്നവരെ ശിക്ഷിക്കും എന്ന് ബോർഡ് എഴുതി വെച്ചു. ഋതുക്കൾ പലത് കഴിഞ്ഞു, വസന്ത ഋതു വന്നു. എല്ലായിടത്തും പൂക്കളുടെ ചാഞ്ചാട്ടമാണ്. രാക്ഷസന്റെ ഭൂമിയിൽ മാത്രം, രാക്ഷസന്റെ പെരടയത്തിൽ മാത്രം ഒറ്റ പൂ പോലുമില്ല. രാക്ഷസന് വലിയ സങ്കടമായി. അദ്ദേഹം തന്റെ കുടീരത്തിൽ നിന്ന്, തന്റെ കോട്ടയിൽ നിന്ന് നോക്കുമ്പോൾ കാണാം, ഒരു മരത്തിൽ ധാരാളം പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്. രാക്ഷസന് സന്തോഷമായി. അയാൾ താഴേക്ക് വന്നപ്പോൾ കണ്ടത് അയലത്തെ കുഞ്ഞുങ്ങൾ ഈ കന്മതിൽ വിടവിലൂടെ തോട്ടത്തിലേക്ക് കടന്ന് ഒരു മരത്തിന്റെ ശിഖരത്തിലിരുന്നു. ആ ശിഖരമാണ് പൂക്കൾ പൊഴിച്ച് കുഞ്ഞുങ്ങളെ സ്വാഗതം ചെയ്തത്. രാക്ഷസന്റെ കാര്യം മനസ്സിലായി. രാക്ഷസൻ പറഞ്ഞു, പൂക്കൾ മനോഹരമാണ്, കുഞ്ഞുങ്ങളാണ് ഏറ്റവും മനോഹരമായ പൂക്കൾ. എന്നിട്ട്
ഒരു കന്മഴെടുത്ത് താൻ നിർമ്മിച്ച മതില് പൊട്ടിച്ചു കളഞ്ഞു, ഇടിച്ചു കളഞ്ഞു. കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ഒന്നും കന്മതിൽ കെട്ടിത്തിരിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങൾക്കായി എല്ലാം തുറന്നിട്ട് കൊടുക്കണം. ഇത് വളരെ ശരിയാണ്. കുഞ്ഞുങ്ങൾക്കായി എല്ലാം തുറന്നിട്ട് കൊടുക്കും. കാരണം ഇന്നത്തെ കുഞ്ഞുങ്ങളാണെന്ന് അവരുടെ പൗരന്മാരെന്ന് നമുക്കറിയാം. അവരെ ഒരിക്കലും തടയാതിരിക്കുക, കുഞ്ഞുങ്ങളെ തടയാതിരിക്കുക. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞ വളരെ ശരിയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. കുഞ്ഞുങ്ങളിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ അങ്ങനെ പറയാൻ കാരണം, ഞാനിപ്പോൾ ഗവർണറാണെന്ന് പറഞ്ഞല്ലോ, എനിക്കൊരു അമളി പറ്റി. എനിക്കല്ല, എൻ്റെ ഒരു സഹപ്രവർത്തകനെ പറ്റി. എൻ്റെ കാര്യം പിന്നെ പറയാം. ഒരു സംസ്ഥാനത്ത് അവിടെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ ചണ്ടയാണ്. കേരളത്തിലല്ല കേട്ടോ, ബംഗാളിലും അല്ല, വേറൊരു സംസ്ഥാനത്ത്. അപ്പോൾ ഒരിക്കല് അവിടെ വലിയ വെള്ളപ്പൊക്കം വന്നപ്പോൾ മുഖ്യമന്ത്രി തീരുമാനിച്ചു ഒരു ഹെലികോപ്റ്റർ എടുത്ത് അവിടെ എല്ലാം ഒന്ന് കറങ്ങി പരിശോധിക്കും, ഏരിയൽ സർവേ. അപ്പോൾ ധാരാളം സ്ഥലങ്ങൾ കാണുകയും ചെയ്യാം, പത്രങ്ങൾ എഴുതുകയും ചെയ്യും. ഇത് ഗവർണർ, മുഖ്യമന്ത്രി പോകുന്നുണ്ടെങ്കിൽ ഞാനും പോകുന്നത്. ഗവർണർ നേരത്തെ എത്തി, പിന്നെ DGP എത്തി, ചീഫ് സെക്രട്ടറി എത്തി. അപ്പോൾ ഹെലികോപ്റ്ററോടെ കിടപ്പുണ്ട്, പക്ഷേ പൈലറ്റില്ല. പൈലറ്റ് തൻ്റെ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടിരാൻ പോയതാണ്. കുഞ്ഞുമായിട്ട് വന്നപ്പോൾ അദ്ദേഹം കാണുന്നു മുഖ്യമന്ത്രിയുണ്ട്, ഗവർണറുണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, DGP ഉണ്ട്. എന്താ കാര്യം എന്ന് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രി പറഞ്ഞു, നമുക്ക് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളെ കാണാൻ ഒരു ഏരിയൽ സർവേക്ക് പോകണം, ഹെലികോപ്റ്റർ ഓൺ ചെയ്യാൻ പറഞ്ഞു, സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വളരെ ഭവ്യമായിട്ട് പൈലറ്റ് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, സാർ എനിക്കൊരു 5 മിനിറ്റ് തന്നെ ഈ കുഞ്ഞിനെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരാം. അപ്പം മുഖ്യമന്ത്രി അതിനെന്താ, അവനും ഇരിക്കട്ടെ, കുഞ്ഞല്ലേ, അവനും കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഹെലികോപ്റ്ററിലേക്ക്. ഹെലികോപ്റ്റർ ആകാശത്ത് വെച്ച് എന്തോ ചില പ്രശ്നങ്ങളുണ്ടായി. അപ്പം മുഖ്യമന്ത്രി കൂട്ടുകക്ഷി മന്ത്രിസഭയുടെ ആളാണ്. അപ്പം പ്രശ്നം ഉണ്ടാകുമ്പോൾ എടുത്തായിരുന്നു അദ്ദേഹത്തിന് അറിയാം, രക്ഷപ്പെടാനും അറിയാം. അദ്ദേഹം നേരെ ഒരു പാരച്യൂട്ട് എടുത്ത് താഴേക്ക് ആടി. ഗവർണറും താഴേക്ക് ആടി, ചീഫ് സെക്രട്ടറി താഴേക്ക് ആടി, DGPയും താഴേക്ക് ആടി. പൈലറ്റ് പറഞ്ഞു, മോനുണ്ടല്ലോ അതിൻ്റെ അകത്ത്, മോനെ ഇനി ഒരു പാരച്യൂട്ട് ബാക്കിയുള്ളൂ, അതുകൊണ്ട് മോൻ എങ്ങനെയെങ്കിലും ചാടി രക്ഷപ്പെട്ടുള്ളൂ, അച്ഛൻ്റെ കാര്യം നോക്കണ്ട. അപ്പൊ ഈ കൊച്ചുമോൻ അല്ല അച്ഛാ, 2 പാരച്യൂട്ടുണ്ട്. അതെങ്ങനെയാ മോനെ? ആകെ 5 പാരച്യൂട്ട് ഉണ്ടായിരുന്നുള്ളൂ, 4 പേര് ചാടി, പിന്നെ ഒരെണ്ണല്ലോ. അല്ല അച്ഛാ, 2 എണ്ണം ഉണ്ട്. അത് എന്താ മോനെ പറയുന്നത്? അതേ, ആ ഗവർണറെങ്കില് എന്റെ സ്കൂൾ ബാഗ് എടുത്തിട്ടുണ്ടോ ചാടിയത്. അപ്പൊ ഗവർണർക്കും കുട്ടികളിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. അത് പഠിക്കാൻ കൂടിയാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്ക് വലിയ സന്തോഷമായി. ഭാരതീയ സംസ്കാരം പുരോഗമിക്കുന്നു. എന്റെ നാടിന്റെ നാവനങ്ങിയാൽ ലോകം സത്യക്കും കാലം വരും എന്ന് കവി പാടിയത് അനർത്ഥമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ മഹാഭാരതത്തിലെ ഒരു രംഗമോർത്തു പോവുകയാണ്. ആ ദിവസത്തെ യുദ്ധം കഴിഞ്ഞു. അർജുനൻ തന്റെ കുടീരത്തിലേക്ക് വന്നു. സാധാരണഗതിയിൽ രഥം വന്നു നിന്ന് കഴിഞ്ഞാൽ സാരഥിയായ കൃഷ്ണൻ ആദ്യം അവിടെ ഇരിക്കും. അർജുനൻ താഴെ ഇറങ്ങും, എന്നിട്ട് കൃഷ്ണനെ താഴെ ഇറങ്ങി വന്ന് സ്വീകരിക്കും. അന്ന് അർജുനന് തോന്നി, ഞാനല്ലേ യുദ്ധം ജയിച്ചത്, ഞാനല്ലേ പടപെട്ടിയത്, ഞാനല്ലേ ശത്രുക്കളെ തകർത്തത്. ഈ കൃഷ്ണൻ ആര്? കൃഷ്ണൻ വെറും ഡ്രൈവർ, എന്റെ സാരഥി, തേരുകാരൻ. അയാൾ ആദ്യം താഴെ ഇറങ്ങട്ടെ. അപ്പൊ കൃഷ്ണന്, കള്ളകൃഷ്ണൻ എന്നാണല്ലോ പറയുന്നത്, കൃഷ്ണന് വിവരം മനസ്സിലായി അതിന്റെ മനസ്സിലൂടെ പോകുന്നത് എന്താന്ന്. അപ്പൊ കൃഷ്ണൻ ഒന്നും അറിയാത്ത മട്ടില് ഈ കാക്കയൊക്കെ എണ്ണിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഒടുവിൽ സഹി കെട്ട് അർജുനൻ താഴെ ഇറങ്ങി. ഒരു കള്ളച്ചിരിയുമായി കൃഷ്ണൻ താഴെ ഇറങ്ങി. കൃഷ്ണന്റെ പാദം ഭൂമിയിൽ സ്പർശിച്ച മാത്രയിൽ രഥം പൊട്ടിത്തെറിച്ച് ചിന്ന ഭിന്നമായി 4 വശത്തേക്കും പോവുകയാണ്. അന്താളിച്ചു നിന്ന അർജുനൻ നോക്കി കൃഷ്ണൻ കള്ളച്ചിരിയോടെ പറഞ്ഞു, പേടിക്കണ്ട അർജുന, യുദ്ധക്കളത്തിൽ വെച്ച് ധാരാളം ദിവ്യാസ്ത്രങ്ങൾ വച്ച രഥമല്ലേ ഇത്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ അതിനൊരു ചെറിയ കാരണമുണ്ടായിരുന്നു അർജുന. അതിന്റെ കാരണം ഞാനതിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. നിർഭേന്ദ്രനായ കൃഷ്ണൻ ഉണ്ടായിരുന്നുകൊണ്ട് അർജുനന്റെ രഥം പൊട്ടിത്തെറിച്ചില്ല. ഇന്ന് ഭാരതം എന്ന രഥം പൊട്ടിത്തെറിച്ചില്ലെങ്കിൽ അതിന്റെ സാരഥിയായ ഒരു നരേന്ദ്രനുണ്ട് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഭാരതീയത മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നിറയിൽ കയറാൻ നമുക്ക് കഴിയണം. ഇന്ത്യ ഈസ് സ്ട്രോങ്, വി ഷുഡ് അസേർട്ട് ഇന്ത്യ ഈസ് സ്ട്രോങ്. ഇന്ത്യ ഈസ് ഗ്രേറ്റ്, വി ഷുഡ് അസേർട്ട് ഇന്ത്യ ഈസ് ഗ്രേറ്റ്. സമ്മതമാണോ?
ഒന്നിച്ച് പറയാമോ? ഇന്ത്യ ഈസ് സ്ട്രോങ്, ഇന്ത്യ ഈസ് സ്ട്രോങ്, ഇന്ത്യ ഈസ് ഗ്രേറ്റ്, ഇന്ത്യ ഈസ് ഗ്രേറ്റ്. झंडा ऊंचा रहे हमारा. जय भारत, वंदे मातरम. थैंक यू. ബഹുമാനപ്പെട്ട ഗവർണറുടെ ADC ശ്രീ മേജർ നിഖിൽ കുമാർ അവർ ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേക അനൗൺസ്മെന്റ് നടത്തുന്നതാണ്. His Excellency, Honorable Governor of West Bengal, dignitaries on the dais, persons seated in the audience, and my dear students. First of all, thank you so much to His Excellency for such an inspiring and motivating speech. Let's have a good round of applause for His Excellency. Today marks a momentous occasion as we are celebrating the official declaration of CBSE affiliation for Puthiakavu Central School. This achievement reflects the school's commitment to academic excellence, holistic education, and the pursuit of higher standards in learning. Congratulations to the management, faculty, students, and parents for this remarkable milestone. As we recognize the importance of academic brilliance, we are pleased to announce the prestigious Governor's Award of Excellence in 5 categories. First category, Best Male Teacher. Second, Best Female Teacher. Third, Best Male Student. Fourth, Best Female Student. And fifth, Best Non-Teaching Staff. This award will carry a citation, a trophy, and an amount of rupees 10,000. The official presentation of these awards will take place at a special ceremony in the near future, where we'll honor these bright young minds for their remarkable achievements. Let us take this moment to appreciate and encourage all our students to continue striving for excellence. Thank you, and may this school continue to inspire and nurture future leaders. അടുത്തതായി ഉപഹാര സമർപ്പണമാണ്. ആദരണീയനായ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് IAS അവർക്ക് നമ്മുടെ ഒരു സ്നേഹോപഹാരം സമർപ്പിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാനായി പുതിയകാവ് സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി S. രേഖയെ ക്ഷണിക്കുന്നു. ശ്രീ പുതിയകാവ് ഭഗവതിയുടെ അനുഗ്രഹാശിസുകളോടെ 2003 ജൂൺ മാസത്തിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയകാവ് സെൻട്രൽ സ്കൂൾ CBSE അഫിലിയേഷൻ എന്ന അംഗീകാരത്തിന്റെ സ്വപ്നതുല്യമായ നിറവിൽ നിൽക്കുമ്പോൾ ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയ നിങ്ങൾക്കേവർക്കും നന്ദി അറിയിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ആദരണീയായ വെസ്റ്റ് ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദ് ബോസ് IAS അവരുടെ സാന്നിധ്യത്തിൽ നമ്മളുടെ ഈ അംഗീകാരം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിന്റെ മഹത്വം 10 മടങ്ങ് വർദ്ധിച്ചു. ഇത് വെറും ആലങ്കാരികമായ പദപ്രയോഗമല്ല, മറിച്ച് വ്യക്തി ജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും അദ്ദേഹം പതിപ്പിച്ച വ്യക്തിമുദ്രകളാണ് ഇത് നമ്മെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമുക്ക് സമൂഹത്തെക്കുറിച്ച് പേടിയാണ്. നമ്മൾ ചോദിക്കുന്നു, എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറ്റിയത്? ആധുനിക വിദ്യാഭ്യാസത്തിൽ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് വരുന്ന ചൂഷണമാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ കാണണം. അവിടെയാണ് നമ്മളെ പോലുള്ള സ്കൂളുകളുടെ പ്രത്യേകത. ആർഷഭാരത സാംസ്കാരിക മൂല്യങ്ങളിൽ ഊന്നി പഞ്ചാംഗ ശിക്ഷണത്തിൽ, അതായത് ഒരു വ്യക്തിയുടെ സമഗ്ര വികസനം സാധ്യമാക്കുക എന്ന വിദ്യാഭ്യാസത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം സാധൂകരിക്കപ്പെടണമെങ്കിൽ വ്യക്തിയുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവും ആത്മീയവും വൈകാരികവുമായ തലങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെയുള്ള വിദ്യാഭ്യാസം നൽകി വർത്തമാന വെല്ലുവിളികളെ സധൈര്യം നേരിട്ട് വിജയകരമായ ഒരു ജീവിതം നയിക്കാൻ ഓരോ വ്യക്തികളെയും പ്രാപ്തരാക്കുകയാണ് ഞങ്ങൾ. ഇങ്ങനെയുള്ള ഞങ്ങളുടെ സ്കൂളിന് CBSE അംഗീകാരം കൂടി കിട്ടുമ്പോൾ ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം ഇത് വളരെ അർത്ഥവത്താക്കുന്നു. ഒരുപാട് വ്യക്തികളുടെ പ്രവർത്തന ഫലമാണ് ഇന്ന് ഈ സുദിനം നമുക്ക് സമാഗതമാക്കിയിരിക്കുന്നത്.
ആ ഓരോ വ്യക്തികളെയും മനസ്സാ ഓർത്തുകൊണ്ട് ഒപ്പം എല്ലാ വിജയങ്ങൾക്കും നമുക്ക് അനുഗ്രഹം നൽകി അദൃശ്യ സാന്നിധ്യമായി നമ്മോടൊപ്പമുള്ള പുതിയകാവ് ഭഗവതിയുടെ തൃപ്പാദത്തിങ്കൽ ഭക്തിയുടെ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ, അതുപോലെ ഒരുപാട് തിരക്കുകൾ, ഔദ്യോഗിക കൃത്യനിർവഹണങ്ങൾ ഒക്കെ നിറഞ്ഞ ജീവിതത്തിലും നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും നമ്മളെ ധന്യരാക്കി നമ്മളുടെ ഈ CBSEയുടെ അംഗീകാരത്തിന്റെ ഫലപ്രഖ്യാപനം നടത്തപ്പെട്ട അദ്ദേഹത്തിനും ഈ യോഗത്തിന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും പുതിയകാവ് സെൻട്രൽ സ്കൂളിലും പേരിലുമുള്ള ഹൃദയംഗമമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. जनगणमन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे तव शुभ आशीष मागे, गाहे तव जय गाथा